റെസ്റ്റോർ ടു റെയിൻ. നമ്മുടെ ഇന്നത്തെ വിഷയം സൺ ഓഫ് ഡേവിഡ് അല്ലെങ്കിൽ ദാവീദ് പുത്രൻ. എന്തുകൊണ്ടാണ് യേശുവിന് ദാവീദ് പുത്രൻ എന്നൊരു പേരുണ്ടായത്? യേശു ദാവീദിൻ്റെ പുത്രനാണോ? നാം ബൈബിൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം ഇബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ എന്നാണ് നമ്മൾ വായിക്കുന്നത് അവിടെ. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് യേശുവിന് ദാവീദ് പുത്രൻ എന്ന പേരുണ്ടായത്. അതിന് മറ്റൊരർത്ഥമുണ്ട്. കാരണം യഹൂദന്മാർ കാത്തിരുന്ന മശിഹ യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കുമെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ദാവീദ് പുത്ര എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മശിഹായെ, ക്രിസ്തുവെ എന്നാണ്. നമുക്കറിയാം, ബർത്തിമായി നിലവിളിക്കുമ്പോൾ ബർത്തിമായി ചോദിക്കും, ഇതെന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്? പലരും പറയും നസറാന യേശുവാണ്. എന്നാൽ ബർത്തിമായി നസറാന യേശുവെ നല്ല വിളിച്ചത്. അവൻ വിളിച്ചത് ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വെച്ചാൽ യഹൂദന്മാരെ കാത്തിരിക്കുന്ന മശിഹായെ എന്നാണ് അവൻ വിളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ യേശു എന്ന് പറയുന്ന ആ മനുഷ്യപുത്രൻ, ക്രിസ്തു എന്ന ദൈവപുത്രൻ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ മനുഷ്യപുത്രനായ യേശുവും ദൈവപുത്രനായ ക്രിസ്തു ഒന്നിച്ചു ചേരുമ്പോഴാണ് യേശു ക്രിസ്തുവായി മാറുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മനുഷ്യത്വവും ക്രിസ്തുവിൻ്റെ ദൈവത്വവും നമ്മളിലൊക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ദാവീദ് പുത്രനായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു.